മീൻ ഫ്രൈ ആക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഹൈ ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. ഏത് മീനും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഞാൻ ഇവിടെ ശേരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ശേരിയൊക്കെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശേരിക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് സാദാ മുളകും പൊടി, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് ഉപ്പ്, 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ, 2 ടേബിൾ സ്പൂണ് വിനീഗർ, ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മീൻമ തേക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കായിട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. മീനൊക്കെ നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മീൻ ഓരോന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഫ്രീസറിൽ വെക്കണ്ട, നോർമലിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു പകുതി സവോള ചെറുതാക്കി അരിഞ്ഞതും 5-6 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മേലെയാണ് ഈ മീൻ ഫ്രൈ ചെയ്യാൻ വെക്കണത്. ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മീൻ ഫ്രൈ ആയി വരുമ്പോൾ ആ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഫ്രൈ ആയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ മീനിൽ പിടിക്കുകയും ചെയ്യും കേട്ടോ. നല്ല സ്മെല്ലുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.